സ്വകാര്യ സ്കൂൾ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി സ്കൂൾ ഉടമ. തൃശൂർ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസാണ് കുട്ടികളോട് വിദ്വേഷ പരാമർശം നടത്തിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത കുട്ടികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് സ്കൂൾ ഉടമ പറഞ്ഞത്. സ്കൂളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാത്ത കുട്ടികളോടാണ് സ്കൂളിന്റെ ഉടമ രാജു ഡേവിസ് വിദ്വേഷ പരാമർശം നടത്തിയത്. ആഘോഷത്തിൽ പങ്കെടുക്കാത്തവർ ഇന്ത്യയിൽ ജീവിക്കാൻ അർഹരല്ലെന്നും അവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു രാജു ഡേവിസിന്റെ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികൾ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ രക്ഷിതാക്കളെയും കൂട്ടി വന്ന ശേഷം വിശദീകരണം നൽകിയതിനു ശേഷം മാത്രം ക്ലാസ്സിൽ കയറിയാൽ മതിയെന്നും രാജു ഡേവിസ് താക്കീത് നൽകുന്നുണ്ട്. രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഈ വിദ്വേഷ പരാമർശം നടത്തിയത്. പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവർ വന്ന എക്സ്പ്രഷൻ പറഞ്ഞ് എന്നെ നേരിട്ട് കണ്ട എക്സ്പ്രഷൻ പറഞ്ഞ് ഞാൻ കേട്ടുള്ളൂ. ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിനെ ധിക്കരിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്, വളരെ മോശമാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിൽ പോകേണ്ടതാണ്. അവരൊക്കെ ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അത് തന്നെയാണ് അവരുടെ കുട്ടികൾക്ക് ന്യായം തീർന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായി തീരുന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അവരെ നാളെ ക്ലാസ്സിൽ എടുത്തില്ല. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അയച്ച സന്ദേശം വിവാദമായതിനു പിന്നാലെ വീണ്ടും ഓഡിയോ സന്ദേശത്തിലൂടെ രാജു ഡേവിസ് രംഗത്തെത്തി. സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ വരാത്ത കുട്ടികളോട് ശത്രുരാജ്യത്തേക്ക് പോകാനാണ് പറഞ്ഞതെന്നും ഏതെങ്കിലും മതവിഭാഗത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും രാജു ഡേവിസ് വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും രണ്ടാമതായി അയച്ച ഓഡിയോ സന്ദേശത്തിൽ രാജു ഡേവിസ് പറയുന്നു. സംഭവത്തിനു പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് രാജു ഡേവിസിനെതിരെ ഉയർന്നു വരുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.